ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താണ് കാമധേനുവിൻ്റെ പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടമായില്ലേ ആ പാഠം എല്ലാവർക്കും? അപ്പോൾ ഇതുവരെ മാം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതെന്ന് ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? എവിടെ വരെ എടുത്തേ? വിശ്വാമിത്രനും പടയാളികളും കൂടി കാട്ടിലൂടെ എങ്ങനെ പോണ സമയത്ത് അവർക്ക് വിശപ്പും ദാഹമൊക്കെ വന്നു. അവർ ആ മുന്നിൽ കണ്ട ആശ്രമത്തിൽ കയറി വസിഷ്ഠ മഹർഷിയോട് എന്ത് ചോദിച്ചു? കുറച്ച് ഭക്ഷണവും വിശ്രമിക്കാൻ സ്ഥലവും ആവശ്യപ്പെട്ടില്ലേ? അപ്പോൾ വസിഷ്ഠ മഹർഷി അതെല്ലാം വേണ്ട പോലെ അവർക്ക് ചെയ്തു കൊടുത്തു. ഭക്ഷണവും വിശ്രമിക്കാനുള്ള സ്ഥലവും ഒക്കെ ഒരുക്കി കൊടുത്തു. അതൊക്കെ ഒരുക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവർ മുമ്പിൽ വെച്ചത്. ആര്? വസിഷ്ഠ മഹർഷി. ഇതൊക്കെ കണ്ടപ്പോൾ വിശ്വാമിത്ര രാജാവിന് വലിയ അത്ഭുതമായി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാട്ടിൽ എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ളൊരു സദ്യ എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു മഹർഷിക്ക്? വിശ്വാമിത്ര രാജാവിന് വലിയ അത്ഭുതമായി. വിശ്വാമിത്ര രാജാവ് ഉടനെ അത് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു. മുനി, എങ്ങനെയാണ് അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഒരുക്കിയത്? അല്ലേ, ഇതുവരെയല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എടുക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ, നോക്കിക്കോളൂ. വിശ്വാമിത്രന് അത്ഭുതമായി. ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയത് എങ്ങനെയെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു. കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു. കാമധേനുവിനെ എനിക്ക് തരുമോ? വിശ്വാമിത്രൻ ചോദിച്ചു. വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഇത് ഞാനൊന്നല്ല ഒരുക്കിയത്. എനിക്ക് അങ്ങനൊരു പശുവുണ്ട്, ദിവ്യശക്തിയുള്ള പശുവാണ്, കാമധേനു എന്ന പേര്. ആ കാമധേനു തന്നതാണ് ഇതൊക്കെ, ഞാനല്ല ഒരുക്കിയതെന്ന്. ഇത് കേട്ട വിശ്വാമിത്രൻ പറഞ്ഞു, എനിക്ക് ആ കാമധേനുവിനൊന്ന് തരുമോ? അങ്ങ് ചോദിക്കുന്നത് എന്തും തരാം. എത്രയധികം പശുക്കളെ വേണമെങ്കിലും തരാം. പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല എന്നായി വസിഷ്ഠൻ. അയ്യോ, എനിക്ക് തന്നെ എൻ്റെ കാമധേനുവിനെ ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും രാജാവ് ചോദിച്ചോളൂ. എത്ര പശുവിനെ വേണമെങ്കിലും ഞാൻ തരാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ കാമധേനുവിനെ മാത്രം ഞാൻ തരില്ല എന്ന് വസിഷ്ഠൻ പറഞ്ഞു. തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരുങ്ങി. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് എന്ത് ചെയ്തു? രാജാവിൻ്റെ കൂടെ കുറേ പടയാളികളൊക്കെ ഉണ്ടല്ലോ, ബലം പിടിച്ച് പശുവിനെ പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ ഒരുങ്ങി. കാമധേനു രാജാവിന് നേരെ കുതിച്ചു പാഞ്ഞെത്തി. കാമധേനുവിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികൾ പുറത്തു വന്നു. അവർ രാജാവിനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. കാമധേനുവിന് ദേഷ്യം വന്നു. കാമധേനു പിടിച്ച് നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകല്ലേ. അപ്പോൾ കാമധേനുവിന് ദേഷ്യം വന്നു. കാമധേനുവിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കുറേ പടയാളികളുണ്ട് പുറത്ത് ചാടി. എന്നിട്ട് ഈ പടയാളികളെല്ലാം രാജാവിൻ്റെ പടയാളികളെ നിഷ്പ്രയാസം അങ്ങോട്ട് തോൽപ്പിച്ചു. നിഷ്പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രയാസം കൂടാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് എല്ലാവരെയും ആ പടയാളികളെ, രാജാവിൻ്റെ കൂടെ വന്ന പടയാളികളെ മുഴുവൻ എന്തായി തോൽപ്പിച്ചു അങ്ങോട്ട്. രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷി എന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു. രാജാവിന് മനസ്സിലായി, എന്ത്, ഞാനൊന്നും ഈ മഹർഷിയുടെ മുമ്പിൽ ഞാനൊന്നും ആരുമല്ല. ഏറ്റവും രാജാവല്ല വലുത്, ആരാണ്? മഹർഷിയാണ് ഏറ്റവും വലുത് എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ രാജ്യം ഉപേക്ഷിച്ച് വളരെ കാലം തപസ് ചെയ്തു. പിന്നെ വിശ്വാമിത്രൻ്റെ ജീവിതമൊക്കെ മടുത്ത പോലെയായി. എന്തിനാണ് ഇങ്ങനെ? വിശ്വാമിത്രൻ എന്ത് ചെയ്തു? രാജ്യം എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനോടും രാജാവിനൊരു വിരക്തി വന്നു. ഒന്നിനും താല്പര്യമില്ലാത്ത പോലെയായി വിശ്വാമിത്ര രാജാവിന്. അദ്ദേഹം എല്ലാ സന്തോഷവും സൗഭാഗ്യങ്ങളും എല്ലാം രാജ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് വളരെ കാലം തപസ് ചെയ്തു. അറിവും ശക്തിയും നേടി. ഇങ്ങനെ കുറേ കാലം തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്തായി? നല്ല തപശക്തി കിട്ടി, നല്ല അറിവ് കിട്ടി. അങ്ങനെ അദ്ദേഹം ഒരു രാജർഷിയായിട്ട് മാറി. രാജർഷി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിയും തപസ്സും കൊണ്ടൊക്കെ മഹർഷിയായിട്ട് മാറിയ രാജാവിനെയാണ് രാജർഷി എന്ന് പറയുക. വിശ്വാമിത്രനൊക്കെ അങ്ങനെയാണല്ലോ, രാജാവായി. പക്ഷെ ഭക്തി കൊണ്ടും തപസ് കൊണ്ടും അദ്ദേഹം ആരായി? രാജർഷിയായി. ഇതാണ് നമ്മുടെ പാഠം. നല്ല പാഠമല്ലേ? കഴിഞ്ഞു നമ്മുടെ പാഠം കേട്ടോ, കാമധേനു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കാം ആദ്യം തൊട്ടിട്ട് ഈ പാഠം. എന്നിട്ട് നോട്ട്സ് നല്ല ഭംഗിയിൽ എഴുതണം, ടെസ്റ്റ് പേപ്പറും എഴുതണം. നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.